ഒരു കോച്ചിന് വേണ്ട 4 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളൊരു കോച്ചാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മെൻറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്യണം. നമ്പർ 1, കെയർ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കെയർ. നമ്മുടെ ക്ലയൻറ്റിന് മാക്സിമം കെയർ കൊടുക്കുക. അവർ ഫീൽ ചെയ്യണം എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരാളുടെ മുന്നിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഒരു കെയർ അവർക്ക് ഫീൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം ക്യൂരിയോസിറ്റി. എക്സ്ട്രീംലി ക്യൂരിയസ് അബൌട്ട് ദെയർ പ്രോബ്ലം. അവർ പറയുന്ന കാര്യങ്ങൾ അത്രയും അറ്റൻഷനായിട്ട് അത്രയും ശ്രദ്ധയോടുകൂടി കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ അത് ഷോ ചെയ്യണം. നമ്മുടെ ഐ കോണ്ടാക്റ്റിൽ അത് കാണണം. നമ്മുടെ അറ്റൻഷനിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ സോഫ്റ്റ് ആൻഡ് പോസ്ചർ എപ്പോഴും അതിന് നല്ലതാണ്. നമ്മൾ വളരെ ക്യൂരിയസ് ആണ്. അവരുടെ കാര്യങ്ങൾ, അവരുടെ ചാലഞ്ചസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വളരെ ക്യൂരിയസ് ആണ്, നമുക്ക് ഫീൽ ചെയ്യണം. അടുത്തത് കോമ്പിറ്റൻസി. തീർച്ചയായിട്ടും ഒരു കോച്ച് കോമ്പിറ്റൻ്റ് ഇനഫ് ആയിരിക്കണം. അവർക്ക് അത്യാവശ്യം ആ കാര്യത്തിൽ സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. അത് സ്കിൽഫുൾ ആയിരിക്കണം. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ഇതില്ല എങ്കിൽ ഒരിക്കലും നമുക്കൊരു നല്ല കോച്ചാകാൻ കഴിയില്ല. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചലഞ്ച്. വി ഹാവ് ടു ഗിവ് ചലഞ്ച്. അവർക്ക് ഓരോ പൊസിഷനിൽ നിന്നും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ചലഞ്ചസ് കൊടുക്കാൻ നമ്മൾക്ക് അറിയണം. നമ്മൾ ആ ചലഞ്ചസ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ആ ചലഞ്ചസ് കൊടുത്തിട്ട് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ലൊരു കോച്ചായി മാറാൻ കഴിയും. ഇത് മാത്രം പോരാ, പക്ഷേ ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു സോ മച്ച്.